വിവാദങ്ങൾക്ക് സെൻസർ. വിവാദങ്ങൾ നിലനിൽക്കെ സെൻസർ ബോർഡിൽ പുതിയ സ്ഥാനാരോഹണം. പഹ്ലജ് നിഹ്ലാനി അധ്യക്ഷൻ. വിവാദ സിനിമ മെസഞ്ചർ ഓഫ് ഗോഡിന്റെ അനുമതിയിൽ പ്രതിഷേധിച്ച് രാജിവച്ചത് സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസൺ അടക്കം 13 അംഗങ്ങൾ. ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ നിഹ്ലാനി നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഗോവിന്ദ് നിഹ്ലാനിയുടെ സഹോദരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണ വീഡിയോ നിർമ്മിച്ച നിഹ്ലാനിയുടെ നിയമനവും വിവാദത്തിൽ. ആഘോഷ ട്രാക്കിൽ ആവേശക്കുതിപ്പ്. റൺ കേരള റൺ താരനിബിഡം. ദേശീയ ഗെയിംസ് ആവേശവുമായി ഇതിഹാസ നായകൻ സച്ചിൻ തലസ്ഥാനത്ത്. കായികമേളയുടെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച കൂട്ടയോട്ടം ആവേശമായത് സംസ്ഥാനത്ത് 10,000-ലധികം കേന്ദ്രങ്ങളിൽ. ആഘോഷത്തിന് താരങ്ങളും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റൺ കേരള റൺ ഫ്ളാഗ് ഓഫ് ചെയ്തത് ഗവർണർ പി സദാശിവം. കൊച്ചിയിൽ മോഹൻലാലും കോട്ടയത്ത് ദിലീപും. വിവാദങ്ങൾ മറന്ന് വേദികളിൽ ഒരുക്കം. കേരളം ആതിഥേയത്വം വഹിക്കുന്ന ഗെയിംസിന് 31-ന് തുടക്കം. അമേരിക്ക പറഞ്ഞാൽ കേൾക്കും. ബരാക് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിനിടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് പാകിസ്ഥാന്റെ ഉറപ്പ്. ഒബാമ ഇന്ത്യയിലെത്തുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി. സന്ദർശനം 25 മുതൽ 27 വരെ. പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അനന്തരഫലം വലുതാകുമെന്ന് അമേരിക്കൻ മുന്നറിയിപ്പ്. അതിർത്തിയിൽ ആക്രമണ സാധ്യതയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് വീണ്ടും. സുരക്ഷ ശക്തമാക്കി സൈന്യം. ഉത്തരം കാക്കുന്ന ചോദ്യങ്ങളിൽ. സുനന്ദ പുഷ്കർ കൊലക്കേസിൽ ശശി തരൂരിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രിയിലെ ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ. തരൂരിനെ 3 ഘട്ടമായി ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ്. തയ്യാറാക്കിയ ചോദ്യാവലിയിൽ തരൂരിന്റെ ഉത്തരം കാത്ത് 50-ലധികം സംശയങ്ങൾ. സുനന്ദ കൊലക്കേസിൽ നേരത്തെ തരൂരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നെങ്കിലും ചോദ്യം ചെയ്യൽ 1 വർഷത്തിനിടെ ആദ്യം. നിയമോപദേഷ്ടാക്കളുമായി തരൂരിന്റെ ചർച്ച. ആദ്യം തിരയുന്നത് സുനന്ദ കൊല്ലപ്പെട്ട ദിവസത്തെ സംഭവ വികാസങ്ങളുടെ വിശദ ചിത്രം. സാക്ഷിമൊഴികൾ വിരൽ ചൂണ്ടുന്നത് തരൂരിന് നേരെ. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.